നമുക്ക് റെഡ് അലർട്ട് വരെ ഉള്ളൂ നമ്മളെ കാലാവസ്ഥ പ്രവചനത്തിൽ. ഇത് റെഡ് അലർട്ടിൻ്റെ മുകളിൽ പോയി, അതിനേക്കാൾ മുകളിലുള്ള മഴയാണ് അത്. അപ്പോൾ പ്രവചിക്കാൻ പോലും കഴിയാത്തത്ര വലിയ മഴയാണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് അവിടെ ശരിക്കും അത് സംഭവിച്ചത്. അത് എടുത്തെറിയുമല്ലോ, നമ്മളൊരു വസ്തുവിനെ എടുത്തെറിയുന്ന പോലുള്ളൊരു പ്രകൃതി അങ്ങനെ എടുത്തെറിഞ്ഞിരിക്കുകയാണ്. മഴയും വെള്ളവും കാട്ടിലകത്തുള്ള കല്ലും മുല്ലും എല്ലാം കൂടി താഴേക്കെടുത്ത് എറിഞ്ഞു. കനത്ത മഴയോടൊപ്പം തന്നെ ചരിവ് വളരെ പ്രധാനമാണ്. ഭൂമിയുടെ ചരിവ് വളരെ പ്രധാനമാണ്. ചരിഞ്ഞ ഭൂമിയിൽ വീഴുമ്പോഴാണ് ഉരുൾപൊട്ടൽ കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ മണ്ണിളക്കം, അവിടുത്തെ മണ്ണിളവി കിടക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് 3-4 കണ്ടീഷനാണുള്ളത്, അല്ലാതെ ഒരു കണ്ടീഷനിലല്ല. രക്താഭിപ്രായം പറയുന്നതാണ്, അല്ലാതെ ഒരു നിരാശ കൊണ്ട് പറയുന്നതല്ല. കൊച്ചിയുടെ ആയുസ് വളരെ കുറവായിരിക്കും, കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ 5 തെങ്ങ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള കടൽ തീരത്തിന് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. മലനാട് പ്രദേശങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരും. ആ മലനാട് പ്രദേശങ്ങളിലെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം പ്രതിസന്ധി വരാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ സുഭാഷ് ചന്ദ്രബോസാണ്. നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും വലിയൊരു ദുരന്തം വയനാട്ടിലുണ്ടായത്. ഈ ഒരു ഉരുൾപൊട്ടലിന് കാരണം എന്താണ് സാർ? എങ്ങനെയാണ് ഈ ഒരു ഉരുൾപൊട്ടലിന്? 2-3 കാരണങ്ങളുണ്ട് ഉരുൾപൊട്ടലിന്. ഒന്ന്, ഇൻറ്റൻസീവായിട്ടുള്ള മഴ, വളരെ തീവ്രമായ മഴ. അതിന് നമുക്ക് ഹെവി റെയിൻഫാൾ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി വലുതാണ് മഴ, ടോറൻഷ്യൽ റെയിൻഫാൾ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ളൊരു മഴ, അത് കുറഞ്ഞ സമയം കൊണ്ട് വരുന്ന മഴ. പിന്നെ ആ കുറഞ്ഞ സമയം കൊണ്ടൊരു മഴ വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ ദിവസങ്ങളിൽ മഴ പെയ്ത് കിടക്കുന്നൊരു സ്ഥലമായിരിക്കണം, എങ്കിലാണ് കൂടുതൽ അവിടെ മണ്ണൊക്കെ ഒരുങ്ങി നിൽക്കുന്നത്, സ്ലിപ്പ് ചെയ്യാനായിട്ട്, ലാൻഡ് സ്ലിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭൂമിയുടെ ഘടന, ചരിവ് വളരെ പ്രധാനപ്പെട്ടാണ്, ഭൂമിയുടെ ചരിവ്. പിന്നെ അവിടുത്തെ നീരൊഴുക്ക് സംവിധാനം, പിന്നെ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഭൂവിനിയോഗ രീതികൾ, എന്ത് കൃഷി ചെയ്തിരിക്കുന്നു, അങ്ങനത്തെ ഭൂവിനിയോഗ രീതികൾ, മണ്ണിൻ്റെ കനം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കാടിനകത്ത് ധാരാളം ഉരുൾപൊട്ടൽ നടക്കാറുണ്ട്, പക്ഷേ അത് തീവ്രമായിട്ടൊക്കെ വരുന്നത് ഈ പറയുന്ന മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുമ്പോഴാണ് നമുക്ക് ഒരു ദുരന്തമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ. ഈ പുത്തുമല ദുരന്തം, അതായത് ആ ദുരന്തം നടന്ന തൊട്ടടുത്ത് തന്നെയാണ്, 4 കിലോമീറ്റർ അടുത്താണ്. അതായത് നമ്മൾ ഭൂമിശാസ്ത്രപരമായി പറയുമ്പോൾ കിലോമീറ്റർ പറയുന്നതിനേക്കാളും ഒരേ നിരയിലുള്ള കുന്നുകളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. പുത്തുമല, അട്ടമല, ഈ ചൂരമല, ഇതെല്ലാം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, മലകളാണ്. മുണ്ടക്കൈ, ഇതെല്ലാം പിന്നെ പേര് കൊണ്ട് തന്നെ മലകളാണെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മലനിരകളിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത്. പുത്തുമലയിലാണ് 2 വർഷം മുമ്പുണ്ട്. ഇതേ മുണ്ടക്കയിൽ തന്നെ 84 ജൂലൈ 2-ാം തീയതി ഒരു ഉരുൾപൊട്ടലുണ്ടായി. 14 പേർ മരിച്ചിരുന്നു. അന്ന് 80ഓളം വീടുകളില്ലാതായി, ഒരു എസ്റ്റേറ്റ് ഇല്ലാതായി. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉണ്ടായത്. പക്ഷേ പിറ്റേ ദിവസമാണ് രാവിലെയാണ് ആളുകളെല്ലാം അറിയുന്നത് ഇങ്ങനെ ഉരുൾപൊട്ടലിലൂടെയാണ് അവിടെ മരണമൊക്കെ ഉണ്ടായത്. അത് എസ്റ്റേറ്റിനകത്ത് സംഭവിച്ചതാണ്. അപ്പോൾ നേരത്തെ ഒരു ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമാണ്, അത് കുറച്ചൊരു സെൻസിറ്റീവായിട്ടുള്ള പ്രദേശമാണത്. ഓക്കെ. ഈ താങ്ങാവുന്നതിലും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ സത്യത്തിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. താങ്ങാവുന്നതിനധികം മഴ, ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാവുന്നതിനധികം മഴ, കുറഞ്ഞ സമയവും പ്രധാനമാണ്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന പ്രളയം വന്നത് അങ്ങനെ, ഉരുൾപൊട്ടൽ മാത്രമല്ല പ്രളയം അങ്ങനെ തന്നെയാണ്. ഡൽഹിയിൽ നമ്മുടെ ഒരു വിദ്യാർത്ഥി ലെവിൻ മരിച്ചു പോയിട്ടുള്ളൊരു പ്രളയം ഉണ്ടായല്ലോ അവിടെ, ഓടയിൽ വെള്ളം കയറി. അതും വളരെ പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് വന്ന മഴയാണ്. ഇവിടെയും കുറച്ച് 10-24 മണിക്കൂർ പെയ്തുകൊണ്ട് മഴയാണ്. കാരണം നമുക്ക് റെഡ് അലർട്ട് വരെ ഉള്ളൂ നമ്മളെ കാലാവസ്ഥ പ്രവചനത്തിൽ. ഇത് റെഡ് അലർട്ടിൻ്റെ മുകളിൽ പോയി, അതിനേക്കാൾ മുകളിലുള്ള മഴയാണ് അത്. അപ്പോൾ പ്രവചിക്കാൻ പോലും കഴിയാത്തത്ര വലിയ മഴയാണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് അവിടെ ശരിക്കും അത് സംഭവിച്ചത്. എങ്ങനെയാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാം. അതായത് ചരിഞ്ഞ ഭൂമിശാസ്ത്ര പ്രദേശങ്ങളിൽ, ചരിവ് കൂടുതൽ 40 ഡിഗ്രിയിലേക്കൊക്കെ മുകളിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ, നല്ല കുന്നിൻ പ്രദേശങ്ങളിൽ, മണ്ണിളക്കമുള്ള പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ കനം കുറവായിരിക്കും. അവിടെ പാറയൊക്കെ ആയിരിക്കും കൂടുതൽ, അതിൻ്റെ പുറത്തുള്ള കുറച്ച് മണ്ണൊക്കെയാണ് അവിടെ അങ്ങനെ ഉണ്ടാവുക. നമ്മുടെ ഇടനാട്ടിൽ കാണുന്ന പോലെ ആഴത്തിൽ മണ്ണ് കാണുകയില്ല. അപ്പോൾ കുറച്ച് കനം കുറവ്, മണ്ണിൻ്റെ കനക്കുറവുണ്ട്, ശക്തമായ മഴയുണ്ട്, ചരിവുണ്ട്. അപ്പോൾ ആദ്യത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ ആ മേൽമണ്ണ് പോവുകയും ആ മഴവെള്ളം ഊർന്നിറങ്ങി പാറയുടെയൊക്കെ ഇടയ്ക്കും കല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇറങ്ങിയിരിക്കും. അപ്പോഴതൊന്ന് സെറ്റായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വലിയ മഴ വരുന്നത്. വലിയ മഴ വരുമ്പോൾ ഇത് ലാൻഡ് സ്ലിപ്പുമുണ്ട്, ലാൻഡ് സ്ലൈഡുമുണ്ട്. സ്ലിപ്പെന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ, അങ്ങ്
കറക്റ്റായിട്ട് കട്ട് ചെയ്തങ്ങ് ഹലുവയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തങ്ങ് മാറ്റും. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ മണ്ണൊലിപ്പം എന്ന് പറയുന്നത് വേറെ കുറച്ചുകൂടി പതുക്കെ നടക്കുന്നൊരു പ്രോസസ്സാണ്. ഇത് മണ്ണ് ഇടിച്ചിലാണ്, കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു കട്ടിങ് ഇതുവരെ എടുത്തെറിയുമല്ലോ, നമ്മളൊരു വസ്തുവിനെ എടുത്തെറിയുന്ന പോലുള്ളൊരു പ്രകൃതി അങ്ങനെ എടുത്തെറിഞ്ഞിരിക്കുകയാണ്. മഴയും വെള്ളവും കാട്ടിലകത്തുള്ള കല്ലും മുല്ലും എല്ലാം കൂടി താഴേക്കെടുത്ത് എറിഞ്ഞു വളരെ വേഗത്തിൽ. അപ്പോൾ അത് വന്നപ്പോഴാണ് ഈ ശബ്ദവും ബഹളവും ഒക്കെ ആയിട്ടാണ് വരുന്നത്, വെള്ളവും ഇട്ട്. അപ്പോൾ ആളുകൾക്ക് ശബ്ദവുമുണ്ട് വെള്ളവുമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടാനൊന്നും അത്ര എളുപ്പമല്ല ഈ ഉരുൾപൊട്ടുന്ന സ്ഥലത്തൊന്നും, പറയുന്ന പോലെ എളുപ്പമല്ല. പക്ഷേ പ്രളയമൊക്കെ ആണെങ്കിൽ പതുക്കെ വെള്ളം കയറി പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഓടിയൊക്കെ മുകളിൽ കയറാം. ഇത് അങ്ങനെ എളുപ്പമല്ല, കാരണം ഇത് എല്ലാം കൂടി ഒന്നിച്ചാണ് വരുന്നത്. കല്ല് കാണും, പാറ കാണും, തടി കാണും, ഒരുപാട് സാധനങ്ങൾ കാണും. പ്രത്യേകിച്ച് രാത്രി 2 മണിക്കാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും ആളുകൾക്ക് അങ്ങനെ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്നൊരു സമയമായിരുന്നില്ല. അത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. ഇത് നമുക്ക് മുൻകൂട്ടി ഇത് അറിയാൻ സാധിക്കുമോ? അറിയാമെന്ന് പറയുന്നത് സാധ്യതയെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാലാവസ്ഥ പോലെ നമുക്ക് കറക്റ്റായിട്ട് ഇത്ര മണിക്ക് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇത്ര ഡിഗ്രിയിൽ ഉരുൾപൊട്ടലുണ്ടാവുന്നൊന്നും ശാസ്ത്രം വെച്ച് പറയാൻ കഴിയത്തില്ല. നമുക്കൊരു പ്രോബബിലിറ്റി പറയാം. സാധ്യതയുണ്ട്. ആ പ്രദേശം ചരിവ് കൂടുതലാണെങ്കിൽ, ഞാൻ നേരത്തെ മണ്ണിളക്കമുള്ള പ്രദേശമാണെങ്കിൽ, ഭൂവിനിയോഗം ശരിയല്ലെങ്കിൽ, നല്ല മഴ വരുമെങ്കിൽ ലാൻഡ് ഇടിയാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല മഴയൊക്കെ വരുന്ന സീസണിൽ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കുക. അത് 1-2 ഒരാഴ്ചയൊക്കെ നമ്മൾ മാറി താമസിക്കുക, ക്യാമ്പുകളിലോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കാതിരിക്കുക. അല്ലാതെ നമുക്കൊരു മഴ സീസൺ മൊത്തം ആളുകൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ 3 മാസം മഴ സീസൺ ഉണ്ട് ഇവിടെ, 3 മാസവും മാറി നിൽക്കാൻ പറ്റത്തില്ല. അത് പ്രായോഗികമല്ല. അപ്പോൾ പക്ഷേ ഇൻറ്റൻസീവ് റെയിൻഫാൾ വന്നു, ഇനിയിപ്പോൾ അടുത്ത 3 ദിവസം ഭയങ്കര മഴയായിരിക്കും. വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, പ്രാദേശികം അറിയാം, ഒരാഴ്ച കൊണ്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാദേശികമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുകയും കാട്ടിനകത്തൊക്കെ ഒന്ന് കയറി നോക്കുകയും എവിടെയെങ്കിലും ഒലിപ്പോ ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകൾ ഈ നീരുറവൾ ഉത്ഭവിക്കും, പുതിയതൊക്കെ ഉത്ഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനെ ചില പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ 100% നമുക്ക് മറ്റ് കാര്യങ്ങൾ പറയുന്ന പോലെ കണ്ടുപിടുത്തം നടത്തി പറ്റുന്നൊരു കാര്യമല്ല. പ്രോബബിലിറ്റി പറയാം, സാധ്യതയുണ്ടെന്ന് പറയാം. ഈ കനത്ത മഴ മാത്രമാണ് മഴ മാത്രമല്ല, കനത്ത മഴയോടൊപ്പം തന്നെ ചരിവ് വളരെ പ്രധാനമാണ്. ഭൂമിയുടെ ചരിവ് വളരെ പ്രധാനമാണ്. ചരിഞ്ഞ ഭൂമിയിൽ വീഴുമ്പോഴാണ് ഉരുൾപൊട്ടൽ കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ മണ്ണിളക്കം, അവിടുത്തെ മണ്ണിളവി കിടക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് 3-4 കണ്ടീഷനാണുള്ളത്. അല്ലാതെ ഒരു കണ്ടീഷനിലല്ല ഉരുൾപൊട്ടൽ വരുന്നത്. പ്രളയം അങ്ങനെയല്ല, വെള്ളത്തിൻ്റെ ഒരു മാത്രം വേണമെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ തടസ്സപ്പെടുന്നതാണ്. ഇതും വെള്ളം തടസ്സപ്പെടുന്നത് മാത്രമല്ല, മണ്ണിൻ്റെ ഘടന വളരെ പ്രധാനമാണ്, പാറയുടെ ഘടന പ്രധാനമാണ്, പിന്നെ അവിടെ നട്ടിരിക്കുന്ന ചെടികളുടെ ഭൂവിനിയോഗത്തിൻ്റെ രീതി വളരെ പ്രധാനം. ഇപ്പോൾ വളരെ ആഴത്തിലൊക്കെ മരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേരൊക്കെ രാമച്ചം പോലുള്ള ആഴത്തുള്ള മരങ്ങളും പിന്നെ രാമച്ചം മുള പോലുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉരുൾപൊട്ടലെന്ന് വലിയ സാധ്യത. കാരണം മണ്ണിനെയൊക്കെ അവൻ തടഞ്ഞു നിർത്തും, വെള്ളത്തെയും പിടിച്ചു നിർത്തും. അല്ലാത്ത സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇത് ഉരുൾപൊട്ടൽ. അപ്പോൾ ഒരു 3-4 കണ്ടീഷൻ ചേർന്നിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള പരിമിതി ഉണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കേരളത്തിലൊരു മലനാട് പ്രദേശങ്ങളാണെങ്കിൽ വളരെ കുറച്ച് തിക്നെസ്സേ ഉള്ളൂ മണ്ണിന്. ഇടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ 3 മീറ്ററേ ഉള്ളൂ കനം. അപ്പോൾ 3 സ്പോഞ്ച് പോലെയാണ്. ആ 3 മീറ്ററിനകത്തെ വെള്ളം കടത്തി വെക്കാൻ പറ്റുള്ളൂ. പിന്നെയും മഴ വന്ന് എന്ത് ചെയ്യും? ഒന്നുകിൽ മുകളിൽ കിടക്കും, അല്ലെങ്കിൽ താഴെ കൂടെ ഒന്ന് എജക്റ്റ് ചെയ്യും. എങ്ങനെയാലും അത് എജക്റ്റ് ചെയ്തേ പറ്റും, പുറത്ത് പോയേ പറ്റും. അത്രയും സ്ഥലമുള്ളൂ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രളയം ഉണ്ടായി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. 2 മണിക്കൂർ കഴിയുമ്പോൾ കുറയുന്നു. എന്തുകൊണ്ട് കുറയുന്നു? ഈ അകത്തിരിക്കുന്ന സ്പോഞ്ച് പോലെ ഇരിക്കുന്ന മണ്ണിനകത്തിരിക്കുന്ന വെള്ളം അങ്ങ് പോയി കഴിയുമ്പോൾ ബാക്കി വെള്ളത്തിന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഒരേ സമയം വെള്ളത്തിന് കപ്പാസിറ്റി എടുത്തു വെക്കാൻ പറ്റുന്ന മണ്ണിൻ്റെ കപ്പാസിറ്റി കേരളത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് ഈ വലിയ പ്രളയം വരുന്നതും ഇതുപോലത്തെ ഉരുൾപൊട്ടലൊക്കെ വരുന്നത്. മണ്ണിൻ്റെ കപ്പാസിറ്റിയും കുറവാണ്, മേൽമണ്ണിൻ്റെ കപ്പാസിറ്റിൻ്റെ കനം കുറവാണ്. അത് പ്രധാന പ്രശ്നമാണ് കേരളത്തിൽ. ഒരു പരിമിതിയാണ്. ഈ പ്രശ്നം നമ്മൾ പറയരുത്. പ്രകൃതി അങ്ങനെയാണ്. ഈ മണ്ണും മലയും വെള്ളവും കാടും പുഴകളും ഒക്കെ ചേരുന്നതാണ് ഈ പ്രകൃതി. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ അങ്ങനെ നമുക്ക് വേണ്ടി പ്രകൃതിക്ക് വന്ന് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പ്രകൃതി ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ മനുഷ്യൻ്റെ കൈകടത്തലുകളാണോ? മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് ഒരു പരിധിവരെ പങ്കുണ്ട്. പ്രകൃതിക്ക് ഇപ്പം മനുഷ്യൻ്റെ കൈകടത്തൽ വളരെ കുറച്ചുണ്ടായിരുന്ന കാലത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നിട്ടുണ്ട്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ട്. പക്ഷേ ആഘാതം കുറവായിരിക്കും, മനുഷ്യൻ്റെ ജീവനുകൾ മരിക്കുന്നത് കുറവായിരിക്കും. പ്രകൃതിയുടെ പ്രതിഭാസമാണ്, അത് എല്ലാ കാലവും ഉണ്ടാവും. അത് ഭൂമിയുള്ളിടത്തോളം കാലം സംഭവിക്കും. പക്ഷേ നമുക്ക് ആഘാതം കുറയ്ക്കാം, ദുരന്തങ്ങൾ കുറയ്ക്കാം. ഇപ്പോൾ ഒരു പാലം പൊട്ടിപ്പോയി അവിടെ, ഇതുപോലത്തെ പ്രദേശത്താണെങ്കിൽ വേറൊരു പാലം കൂടി വേണമായിരുന്നു ആളുകൾക്ക് നടക്കാനെങ്കിലും. ദുരന്തബാധിതനായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി സേഫായ സ്ഥലത്തൊരു പാലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വഴി രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാം നമുക്ക്. മെഡിസിൻ കഴിക്കും പോലെ ഒരുപാട് പ്രിക്കോഷൻ ഭൂമിയിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ചെയ്യണം. ചെയ്തില്ല നമ്മൾ പരാതി പറയണ്ട, ആരെയും കുറ്റം പറയണ്ട. പക്ഷേ ഇനി അതിൻ്റെ ഒരു കാലമാണ് വരുന്നത്. തീരപ്രദേശം അതുപോലെയാണ്, നല്ല ഹോട്ട്സ്പോട്ടായി കഴിയും, മലനാട് ഹോട്ട്സ്പോട്ടായി. അപ്പോൾ ഇത് രണ്ടിനെയും സംരക്ഷിക്കുന്ന പുതിയ പരിപാടികൾ, ക്യാമ്പുകൾ, ആധുനിക സംവിധാനങ്ങൾ ഒക്കെ നമുക്കിപ്പോൾ സ്കൂള് അവർ ദുരിതാശ്വാസ ക്യാമ്പാക്കാൻ വിശ്വാസത്തിൻ്റെ ഒരു സ്കൂളാണ് കംപ്ലീറ്റ് എടുത്തു പോയത്.
ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് പ്രകൃതിയുടെ ഇവിടെ പ്രവർത്തനങ്ങൾ. അത് മനസ്സിലാക്കി ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രകൃതിയെ മാറ്റി തീർക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. മനസ്സിലാക്കുക, ഇതാണ് പ്രകൃതി, അവിടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ഓക്കെ. ഈ അടുത്ത കാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം, അതായത് മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം വയനാട്ടിൽ ഉൾപ്പെടെ വലിയ എല്ലാ പ്രദേശത്തും വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ച ഓൺലൈനിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നു വയനാടിൻ്റെ ഒരു പ്രശ്നം. വയനാട് അതീവ ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. തുടർച്ചയായി വരൾച്ച വരുന്നു, വെള്ളപ്പൊക്കം വരും. അതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ വയനാടുകാരനായതുകൊണ്ട് മനസ്സിലാക്കിയ ഈ വർഷത്തെ വയനാട് ജില്ലയിൽ കിട്ടിയ, ഈ വർഷം മീൻസ് ജൂൺ 1 മുതലുള്ള ഈ സീസൺ, മൺസൂൺ സീസണിൽ വയനാട് 22% മഴ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. 22% മഴ കുറച്ച് കിട്ടിയ ഒരു ജില്ലയിലാണ് ഒരു പ്രദേശത്ത് 29 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്തിട്ട് 100-200 ആളുകൾക്ക് അപകടമുണ്ടായിരിക്കുന്നത്. വളരെ വൈരുദ്ധ്യമാണ്. ഇടുക്കിയിലും മഴ കുറവായിരുന്നു പ്രാവശ്യം ഈ സീസണിൽ, ആലപ്പുഴയിലും കുറവാണ്. അപ്പോൾ കുറവുള്ള ഒരു ജില്ലയിൽപ്പെട്ട ഒരു ജില്ലയിലാണ് ഒരു ചെറിയ പ്രദേശത്ത് വലിയ മഴ. അതെന്തെന്നാൽ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇടപെടലും ഉണ്ട് അതിനകത്ത്. ലോകത്ത് മുഴുവൻ മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ കാർബണിൻ്റെ ബഹിർഗമനമുണ്ട്, എല്ലാവരും അതല്ലേ ചെയ്യുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ, പെട്രോളിയം ഒരുപാട് ഉപയോഗിക്കുന്നു, അങ്ങനെ പിന്നെ കെട്ടിടം ധാരാളം വയ്ക്കുന്നു, സിമൻറ്റ് ഉപയോഗിക്കുന്നു, മരം മുറിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്തു കൂട്ടുന്നുണ്ട് വികസനത്തിൻ്റെ പേരിൽ. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും പ്രകൃതിയിലെ കാലാവസ്ഥ മാറ്റിയിട്ടുണ്ട്. ആ കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നതിൻ്റെ റിസൾട്ട് ഇതാണ്: കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടിയ മഴ. അപ്പോൾ മഴക്കാലം പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും കാലമായിരിക്കും, മഴ കഴിഞ്ഞാൽ വരൾച്ചയുടെ കാലമായിരിക്കും. ഓക്കെ. ഒരു വിദഗ്ധൻ എന്നുള്ള രീതിയിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഈ അധികാരികൾക്കും ജനങ്ങൾക്കും നൽകാനുള്ള ഒരു നിർദ്ദേശം? വളരെ ലളിതமான നിർദ്ദേശം, സിമ്പിളാണ്. നമ്മളിപ്പം രോഗാവസ്ഥയിലെത്തി കേരളം, യൗവനാവസ്ഥയിൽ നിന്ന് മാറി വാർദ്ധക്യാവസ്ഥയിലെത്തി എന്ന് ആദ്യം തിരിച്ചറിയുക. അപ്പോൾ യൗവനാവസ്ഥയിൽ നമുക്ക് പലതും കാണിക്കാമായിരുന്നു. ഇപ്പോൾ ഒരു വാർദ്ധക്യാവസ്ഥയിലെത്തി. കാര്യം ഭൂമിശാസ്ത്രപരമായ ഒരുപാട് മാറ്റം ഉണ്ടായി കേരളത്തിൽ. 2-3 പ്രളയം വന്നു, ഉരുൾപൊട്ടൽ വന്നു, വരൾച്ച വന്നു, ഓഹി വന്നു. കേരളത്തിനെ ഒരു ഭൗമശാസ്ത്രപരമായ രോഗാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേരളം. ഈ രോഗത്തിന് ആവശ്യമായ ചികിത്സ നമ്മൾ തീരപ്രദേശം മുതൽ മലനാട് വരെ ആരംഭിക്കേണ്ടതുണ്ട്. അത് എല്ലായിടത്തും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. ഇനി മലനാടിന് മാത്രം പറ്റിയ കെട്ടിട നിർമ്മാണ രീതി കണ്ടുപിടിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കെട്ടിടം വയ്ക്കും പോലെ മലനാട്ടിൽ കെട്ടിടം വയ്ക്കരുത്. അതുപോലെ തീരപ്രദേശത്ത് അങ്ങനെ കെട്ടിടം വയ്ക്കരുത്. വലിയ കെട്ടിടമൊക്കെ വെക്കാം, പക്ഷേ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, കൺസ്ട്രക്ഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കെട്ടിട നിർമ്മാണത്തിൽ പുതിയ രീതികൾ നമുക്ക് ആവശ്യമുണ്ട്. കൃഷിയിൽ പുതിയ രീതികൾ ആവശ്യമുണ്ട്. നാട്ടിൻപുറത്ത് വെച്ച് ചെയ്യും പോലെയുള്ള തെങ്ങ്, കവുങ്ങ്, പച്ചക്കറിയല്ല നമ്മുടെ കപ്പ, അതുപോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, ആഴത്തിൽ വേര് പോകാത്ത മണ്ണിളക്കമുള്ള കൃഷികൾ, ഇതൊന്നും ഇവിടെ ഇനി ചെയ്യാൻ പാടില്ല, അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ മുറിച്ച് കിടക്കുന്നത് താഴെ പ്രദേശങ്ങളിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വണ്ടൻമേടുകാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, തൊടുപുഴക്കാർ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ബന്ധങ്ങൾ. ഇപ്പോൾ താമരശ്ശേരിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി ആയിരിക്കും അല്ല വയനാടിൻ്റെ മലയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പണ്ട് ചെയ്തിരുന്നു, കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ കൃഷി രീതികളിൽ മാറ്റം വരണം. ഇതുപോലത്തെ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ മാറ്റം വരണം. വൻകിട കെട്ടിടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അങ്ങനെ വലിയ കെട്ടിടങ്ങൾ ഇനി വ്യാപാവും അങ്ങ് എന്ത് പ്രിക്കോഷൻ എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ആലോചിക്കുക. പിന്നെ ഒരു ദുരന്ത സാക്ഷരത, ദുരന്ത പരിപാലന സാക്ഷരത, ഒരു ജലസാക്ഷരത, ഒരു ഭൂസാക്ഷരത നമുക്ക് അത്യാവശ്യമാണ്. എന്താണ് എൻ്റെ ഭൂമി ഏതാണ്, എൻ്റെ വീട് ഏതാണ്, ജില്ല ഏതാണ്, രാജ്യം ഏതാണ്, സംസ്ഥാനം ഏതാണ്, പഞ്ചായത്ത് ഏതാണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഞാൻ താമസിക്കുന്ന ഭൂമിശാസ്ത്രം ഏതാണ്, അവിടെ എന്താണ് അവിടുത്തെ ചരിവ് എത്ര, അവിടുത്തെ മണ്ണിൻ്റെ ഖനം എത്ര, അവിടെ എന്തൊക്കെ ദുരന്തം വരാൻ സാധ്യത ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. സാധാരണ ജനങ്ങൾക്കറിയില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ സംവിധാനം അതനുസരിച്ച് ഒരു പുതിയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കണം. അതിന് അപാത ചൂടം ഓരോ സെക്ടറായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഓരോ മേഖലയായിട്ട് പൊളിച്ചെഴുതേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് പിന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. ലിവ് വിത്ത് നാച്ചർ എന്നുള്ളതാണ്. പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുക എന്ന് പറഞ്ഞ് ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് പഴയ ആദിവാസികളെ പഴയ രൂപത്തിൽ പോകണമെന്നല്ല, കാളവണ്ടി യുഗത്തിൽ പോകണമെന്നല്ല. പക്ഷേ ആധുനിക യുഗത്തിലും പ്രകൃതിയെ കൂടി പരമാവധി കുളമുണ്ടെങ്കിൽ കുളത്തെ കൂടി സംരക്ഷിച്ചുള്ള ജലസംരക്ഷണം കൂടി നടത്തിക്കൊണ്ടുള്ള വികസനം നടത്തണം. തോടുണ്ടെങ്കിൽ അതിനെയും കൂടി സംരക്ഷിക്കണം. കാവുകളുണ്ടെങ്കിൽ സംരക്ഷിക്കണം. വനങ്ങൾ സംരക്ഷിക്കണം. പുതിയ വനങ്ങൾ വച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ പിന്നെ ഹരിത റോഡുകൾ ഉണ്ടാക്കണം. ഹരിത കെട്ടിട നിർമ്മാണങ്ങൾ നടത്തണം. ഇങ്ങനെ ഓരോന്നിലും ഒരു പുതിയ പ്രകൃതിയോട് ഇണങ്ങുന്ന, പ്രകൃതി വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന പുതിയൊരു കേരളത്തെക്കുറിച്ച് വേണം നമ്മളിനി ഗൗരവമായി ആലോചിക്കാൻ. ഈ പുത്തുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാറ് പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട്. ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തും പോയിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ആ ഒരു ഭൂപ്രകൃതി അന്ന് എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ, വയനാട്, ഞാൻ വീണ്ടും നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, വയനാടിൻ്റെ ഭൂപ്രകൃതി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ധാരാളം കെട്ടിടങ്ങൾ വരുന്നു. കൃഷിരീതികളിൽ വലിയ മാറ്റം ഉണ്ടായി. ഒരു കാലഘട്ടത്തിൽ ഊട്ടി പോലെ നല്ല തണുപ്പുള്ള പ്രദേശമായിരുന്നു. ഇപ്പോൾ അത്രയും തണുപ്പില്ല അവിടെ.
തണുപ്പ് കുറയാനൊക്കെ കാരണം ഈ സൂക്ഷ്മ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു. അവിടെ ധാരാളം കാർഷിക രീതിയിലൊക്കെ ഏകവിളകളിലേക്ക് പോയതും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്കിന് തിരിച്ചു പിടിക്കണം. കൃഷിയിൽ തിരിച്ചു പിടിക്കണം, നിർമ്മാണ രീതികളിൽ തിരിച്ചു പിടിക്കണം. പലതിനും പറ്റും, മനുഷ്യർക്ക് പറ്റുന്നതാണല്ലോ ഇതെല്ലാം. അപ്പോൾ നമുക്കൊരു പുനർവിചിന്തനം നടത്താം. ആരെയും മരിച്ചു പോയവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ ഇനി അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സാധാരണ സാധുക്കളാണ്, സാധാരണ ജനങ്ങളാണ്. അവരെ നമ്മൾ കുറ്റം പറയേണ്ട. അവരെ നമുക്ക് പഠിപ്പിക്കാം. അവർ പഠിക്കാൻ തയ്യാറാവുക. നമ്മുടെ സർക്കാർ സംവിധാനവും ഗവേഷണ സംവിധാനവും എല്ലാവരും കൂടി കൂടുതൽ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഇതിന് കരണീയമായിട്ടുള്ളൂ. ഓക്കെ, നമ്മളുടെ ഈ മനുഷ്യരുടെ ഈ പോക്കും ഭൂപ്രകൃതിയുടെ ഈ ഒരു വ്യത്യാസവുമെല്ലാം ഇങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി വളരെ വളരെ പ്രശ്നമായിരിക്കും. കുട്ടനാടിന് ഇനി വലിയ ആയുസ് കാണത്തില്ല. അങ്ങനെ വന്നാൽ കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിദഗ്ധാഭിപ്രായം പറയുന്നതാണ്, അല്ലാതെ ഒരു നിരാശ കൊണ്ട് പറയുന്നതല്ല. കൊച്ചി ആയുസ് വളരെ കുറവായിരിക്കും, കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അഞ്ചുതെങ്ങ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള കടൽ തീരത്തിന് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. മലനാട് പ്രദേശങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരും. ആ മലനാട് പ്രദേശങ്ങളിലെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം പ്രതിസന്ധി വരാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ്. അത് കഴിഞ്ഞ കുറേ കാലമായി നമ്മളുടെ എല്ലാ നിരീക്ഷണവും പഠനവും ഒക്കെ ഉള്ളതാണ്. വയനാട് ജില്ലയ്ക്ക് കാരണം ഒരു സമതലമാണ്, ഒരു താഴ്വരയിൽ നിന്ന് പോയി ഹൈറ്റിൽ നിൽക്കുന്നൊരു പ്ലേറ്റോ ആണ്. വയനാട് പ്ലേറ്റോ ആണ്, ഒരു വേറെ ഭൂമിശാസ്ത്രമാണത്. അപ്പോൾ അതിൻ്റേതായ ഒരു സവിശേഷതകളുണ്ട്. അത് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വരും. ഡെസർട്ടിഫിക്കേഷനൊക്കെ സംഭവിക്കാം, മരുവൽക്കരണം സംഭവിക്കാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മഴ കഴിഞ്ഞാൽ വരൾച്ച വരുന്നു. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഈ ഉൽപ്പാദനശേഷിയും പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ മരുവൽക്കരണം വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വയനാട്ടിൽ മരുവൽക്കരണം വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്സ്, ഒരു പ്രോസസ്സാണിത്. ആ പ്രക്രിയയിൽ നമ്മൾ മനസ്സിലാക്കി മണ്ണിനെയും വെള്ളത്തെയും, മണ്ണിനെ ചികിത്സിക്കുക, മഴയെ മനസ്സിലാക്കുക, വെള്ളത്തെ കൈകാര്യം ചെയ്യുക. ഇതേ ഉള്ളൂ നമ്മുടെ മുന്നിൽ മാർഗം. മറ്റ് മാർഗങ്ങളില്ല നമ്മുടെ മുന്നിൽ. ശരി, ഓക്കെ, താങ്ക് യു.